ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ ഷെയർസിൻ്റെ തിയറീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 നമ്മൾ കുറച്ച് തിയറീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. ആദ്യത്തെ ടോപ്പിക്ക് മീനിങ് ഓഫ് ഷെയർസ് ആണ്. ഷെയർസിൻ്റെ മീനിങ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ക്യാപിറ്റൽ ഓഫ് എവരി കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പാർട്സ് ഓർ യൂണിറ്റ്. നമുക്ക് അറിയാം അല്ലേ, പബ്ലിക്കിൻ്റെ നമ്മൾ പൈസ ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ കമ്പനി എക്സ്പാൻഡ് ചെയ്തത്. അങ്ങനെ വാങ്ങുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരേ സ്മോൾ പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ യൂണിറ്റ്സിനെയാണ് ഈച്ച് സച്ച് സ്മോൾ പാർട്ട് ഓർ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ് എ ഷെയർ. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ യൂണിറ്റിനെ അല്ലെങ്കിൽ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ഈച്ച് ഷെയർ ഈസ് കോൾഡ് ഫേസ് വാല്യൂ. അപ്പോൾ ഷെയറിൻ്റെ ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനീഷൻ നോക്കാം. കമ്പനീസ് ആക്ടിൻ്റെ ഡെഫിനീഷൻ നോക്കാം. ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റോക്ക്. ഈ ഡെഫിനേഷനൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഷെയർ മീൻസ്, ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ഷെയറാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റോക്ക് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കമ്പനീസ് ആക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനേഷൻ അതേപോലെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ ചെറിയ പാർട്സ് ആയിട്ട് ചെറിയ യൂണിറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ₹5 lakhs which is divided into 50,000 parts or unit of 10 each. അപ്പോൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ 5 ലക്ഷമാണ്. അത് നമ്മൾ എങ്ങനെ തിരിച്ചിട്ടുണ്ട്, 50,000 പാർട്സ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു എണ്ണത്തിൻ്റെ വില 10 രൂപയാണ്. ഈച്ച് പാർട്സ് ഓർ യൂണിറ്റ് ഈസ് കോൾഡ് ഷെയർ. അപ്പോൾ ഈ 50,000 യൂണിറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. അതായത് ഇൻ ഷോർട്ട്, എ ഷെയർ ഈസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഈ കമ്പനിയുടെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഷെയർ ആണ്. ഷെയറിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. എ ഷെയർ ഈസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. എ ഷെയർ റെപ്രസെൻറ്റ്സ് ദ ഓണർഷിപ്പ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ കമ്പനി. ഷെയർ എന്ന് പറയുന്നത് ഓണർഷിപ്പാണ്. ആരുടെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓണർഷിപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. എവരി ഷെയർ ഈസ് നമ്പേർഡ്. എല്ലാ ഷെയറും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്പർ ചെയ്യുന്നുണ്ട്. എ ഷെയർ ഈസ് എ മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഷെയർ എന്താണ്, മൂവബിൾ പ്രോപ്പർട്ടിയാണ്. എന്താണ്, ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ. അത് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എവരി ഷെയർ ഹാസ് എ വാല്യൂ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. വാല്യൂ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്പ് ഓഫ് ഷെയർ ആണ്. ഷെയറിൻ്റെ ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്. എ കമ്പനി ക്യാൻ ഇഷ്യൂ നൗ 2 ടൈപ്പ് ഓഫ് ഷെയർ, നെയിംലി പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. ഇപ്പോൾ കമ്പനിക്ക് 2 തരം ഷെയർസാണ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്ന് പ്രിഫറൻസ് ഷെയർസും ഒന്ന് ഇക്വിറ്റി ഷെയർസും. പ്രിഫറൻസ് ഷെയർസാണ് നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷെയറിനെ നമുക്ക് 2ആയി തരംതിരിക്കാൻ പറ്റും. ഷെയറിനെ നമ്മൾ 2ആയി തരംതിരിച്ചിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും. അതിൽ പ്രിഫറൻസ് ഷെയർസ് എന്താണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർ വിച്ച് എൻജോയ് സർട്ടൻ പ്രിഫറൻസ് ഓർ പ്രയോറിറ്റീസ്. അപ്പോൾ സർട്ടൻ പ്രയോറിറ്റീസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഉള്ള ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പരിഗണന അല്ലേ. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് പരിഗണന ഉണ്ടായിരിക്കും, ഈ ഷെയർസിന് കുറച്ച് പരിഗണന ഉണ്ടായിരിക്കും. ആരേക്കാളും, ഇക്വിറ്റി ഷെയർസിനേക്കാളും കുറച്ച് പരിഗണന ഉണ്ടായിരിക്കും. അത്തരം ഷെയർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ പരിഗണന, ആ പ്രയോറിറ്റീസ് എന്ന് നോക്കാം. ദ ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അതിൻ്റെ പേയ്മെൻറ്റ്, ഡിവിഡൻറ്റിൻ്റെ പേയ്മെൻറ്റിലാണ് ആദ്യത്തെ പ്രിഫറൻസ് വരുന്നത്. അതായത് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ. ദ അതർ ഈസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. സെക്കൻഡ് വൺ എന്താ, അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ, അവരിൽ നിന്ന് വാങ്ങിയ പൈസ ഉണ്ടല്ലോ, ഷെയർ ഹോൾഡേഴ്സിന് വാങ്ങിയ പൈസ ഉണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ 2 പ്രത്യേകതകളാണ് പ്രിഫറൻസ് ഷെയർസിനും ഇക്വിറ്റി ഷെയർസിനും 2 തരം ഷെയർസ് ആക്കുന്നത്.
ഓക്കെ, അപ്പോൾ എന്താണ് പ്രത്യേകത? എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. എന്താ പറഞ്ഞത്? എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് എഴുതുമ്പോൾ അതുമേ 5% ഓർ 6% അങ്ങനെ ഒരു നമ്പർ ഉണ്ടായിരിക്കും, ഒരു റേറ്റ് ഉണ്ടായിരിക്കും. ആ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇവർക്ക് കൊടുക്കും. ആർക്ക്? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എത്രയാണോ ആ റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് കൊടുക്കും. ആരേക്കാളും? ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിനും മുൻപ് ആര് സെറ്റിൽ ചെയ്യണം? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യണം. അതാണ് അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡിൻ്റെ പ്രിഫറൻസ് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തിരിക്കണം. ഏത് ഡിവിഡൻഡ്? അതുമേ പറഞ്ഞിട്ടുള്ള റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? സിമിലർലി ഓൺ വൈൻഡിങ് അപ്പ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ബിഫോർ ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ്. ഇനി വൈൻഡിങ് അപ്പ്, അതായത് അവസാനിപ്പിക്കുമ്പോൾ പ്രിഫറൻസ് ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ വേണം ആദ്യം തിരിച്ചു കൊടുക്കാൻ. ഇക്വിറ്റി ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഈ പ്രിഫറൻസ് ആരെ സെറ്റിൽ ചെയ്യണം. ഓക്കെ, ഹവർ ദ ഹോൾഡേഴ്സ് ഓഫ് ദി ഷെയർ ഡു നോട്ട് ഹാവ് എനി വോട്ടിംഗ് റേറ്റ്. ഇങ്ങനെ പ്രത്യേകതയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് എന്തില്ല? വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവർക്ക് ഈ പരിഗണനയൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല? വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഷെയറിന് നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും. അതിൽ പ്രിഫറൻസ് ഷെയർസ് എന്താണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർ വിച്ച് എൻജോയ് സർട്ടൻ പ്രിഫറൻസ് ഓർ പ്രയോറിറ്റീസ്. അപ്പോൾ സർട്ടൻ പ്രയോറിറ്റീസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഉള്ള ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരിഗണന അല്ലേ? അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് പരിഗണന ഉണ്ടായിരിക്കും, ഈ ഷെയർസിന് കുറച്ച് പരിഗണന ഉണ്ടായിരിക്കും. ആരേക്കാളും? ഇക്വിറ്റി ഷെയർസിനേക്കാളും കുറച്ച് പരിഗണന ഉണ്ടായിരിക്കും. അത്തരം ഷെയർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ പരിഗണന, ആ പ്രയോറിറ്റീസ് എന്ന് നോക്കാം. ദ ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അതിൻ്റെ പേയ്മെൻറ്റ്, ഡിവിഡൻറ്റിൻ്റെ പേയ്മെൻറ്റിലാണ് ആദ്യത്തെ പ്രിഫറൻസ് വരുന്നത്. അതായത് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ദ അതർ ഈസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. സെക്കൻഡ് വൺ എന്താ? അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് വാങ്ങിയ പൈസ ഉണ്ടല്ലോ, ഷെയർ ഹോൾഡേഴ്സിന് വാങ്ങിയ പൈസ ഉണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് പ്രത്യേകതകളാണ് പ്രിഫറൻസ് ഷെയർസിനും ഇക്വിറ്റി ഷെയർസിനും രണ്ട് തരം ഷെയർസ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രത്യേകത? എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. എന്താ പറഞ്ഞത്? എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് എഴുതുമ്പോൾ അതുമേ 5% ഓർ 6% അങ്ങനെ ഒരു നമ്പർ ഉണ്ടായിരിക്കും, ഒരു റേറ്റ് ഉണ്ടായിരിക്കും. ആ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇവർക്ക് കൊടുക്കും. ആർക്ക്? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എത്രയാണോ ആ റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് കൊടുക്കും. ആരേക്കാളും? ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിനും മുൻപ് ആര് സെറ്റിൽ ചെയ്യണം? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യണം. അതാണ് അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡിൻ്റെ പ്രിഫറൻസ് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തിരിക്കണം. ഏത് ഡിവിഡൻഡ്? അതുമേ പറഞ്ഞിട്ടുള്ള റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? സിമിലർലി ഓൺ വൈൻഡിങ് അപ്പ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ബിഫോർ ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ്. ഇനി വൈൻഡിങ് അപ്പ്, അതായത് അവസാനിപ്പിക്കുമ്പോൾ പ്രിഫറൻസ് ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ വേണം ആദ്യം തിരിച്ചു കൊടുക്കാൻ. ഇക്വിറ്റി ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഈ പ്രിഫറൻസ് ആരെ സെറ്റിൽ ചെയ്യണം. ഓക്കെ, ഹവർ ദ ഹോൾഡേഴ്സ് ഓഫ് ദി ഷെയർ ഡു നോട്ട് ഹാവ് എനി വോട്ടിംഗ് റേറ്റ്. ഇങ്ങനെ പ്രത്യേകതയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് എന്തില്ല? വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവർക്ക് ഈ പരിഗണനയൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല? വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ടോപ്പിക്ക് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്.
നമ്മൾ ടൈപ്പ് ഓഫ് ഷെയർസിൽ പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും എന്ന് 2 ഷെയർസ് ഉണ്ടെന്ന് പഠിച്ചു. അതിലെന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പഠിച്ചു അല്ലേ. ഇനി വരുന്നത് പ്രിഫറൻസ് ഷെയർസിൻ്റെ ടൈപ്പാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് ഓൺ വിച്ച് ഡിവിഡൻഡ് അൺപെയ്ഡ് ഇൻ എനി ഇയർ ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രോഫിറ്റ് ഓർ അതർ റീസൺ വുഡ് ബി അക്യുമുലേറ്റഡ് ആൻഡ് പെയ്ഡ് ഇൻ സബ്സിക്വൻറ്റ് ഇയർ. എന്താ പറയുന്നത്? ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് ഷെയർസ് ഇൻ വിച്ച് ഡിവിഡൻഡ് അൺപെയ്ഡ് ഇൻ ഇയർ, ഏതെങ്കിലും വർഷം അവരുടെ ഡിവിഡൻഡ് അൺപെയ്ഡ് ആണ്, കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രോഫിറ്റ്. ഒന്നെങ്കിൽ കമ്പനിയിൽ പ്രോഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ അതർ റീസൺ, വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് വുഡ് ബി അക്യുമുലേറ്റഡ് ആൻഡ് പെയ്ഡ് ഇൻ സബ്സിക്വൻറ്റ് ഇയർ. അങ്ങനെയാണെങ്കിൽ ആ ഡിവിഡൻഡ് കൂട്ടി വെച്ചിട്ട് എത്രയാണോ കൊടുക്കാനുള്ളത് അത് അടുത്ത വർഷങ്ങളിൽ എന്നാണോ പ്രോഫിറ്റ് ഉള്ളത് അപ്പോൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. പേര് കേട്ടാൽ അറിയാമല്ലോ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് ഓൺ വിച്ച് ഡിവിഡൻഡ് അൺപെയ്ഡ് ഇൻ ഇയർ, ഏതെങ്കിലും വർഷം അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ, ഡിവിഡൻഡ് അൺപെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ വിൽ നോട്ട് ബി അക്യുമുലേറ്റഡ് അവർ ക്യാരി ഫോർവേഡ്, അതൊന്നും ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. ആ വർഷം എത്രയാണോ ഡിവിഡൻഡ് ആ വർഷം കൊടുക്കുന്നു, അതിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല, അടുത്ത വർഷത്തേക്ക് അത് എന്ത് ചെയ്യുന്നില്ല? ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. നോട്ട് ബി അക്യുമുലേറ്റഡ് ഓർ ക്യാരി ഫോർവേഡ്. തേർഡ് വൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് ദാറ്റ് ഗിവ് ദ ഷെയർ ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സർപ്ലസ് പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ പേയിങ് റീസണബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ഓൺ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ റേറ്റ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ബാക്കി സർപ്ലസ് ആയിട്ട് പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തിൽ അവകാശമുണ്ട്? ആ പ്രോഫിറ്റിൽ അവകാശമുണ്ടെന്നാണ് പറയുന്നത്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് ദാറ്റ് ഗിവ് ദ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ്, അവർക്ക് എന്തുണ്ട്? അതിൽ അവകാശമുണ്ട്. ഇൻ ദി സർപ്ലസ് പ്രോഫിറ്റ്, സർപ്ലസ് ആയിട്ട് കമ്പനിക്ക് വന്ന പ്രോഫിറ്റ് എങ്ങനെ? ആഫ്റ്റർ പേയിങ് ദ റീസണബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ അതിൽ അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണ്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ഫോർ സർപ്ലസ് ഡിവിഡൻഡ്. അവർക്ക് എന്തില്ല? അങ്ങനെ സർപ്ലസ് ഡിവിഡൻഡിലൊന്നും അവർക്ക് ഒരു പാർട്ടിസിപ്പേഷനും ഇല്ല, ഒരു നോട്ട് എൻറ്റൈറ്റിൽഡ്, അവർക്ക് അതിനുള്ളൊരു അവകാശമൊന്നുമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ റെഡീംഡ് ആഫ്റ്റർ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ പീരീഡിന് ശേഷം എന്ത് കൊടുക്കണം? അവരുടെ എമൗണ്ട് മുഴുവൻ തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനിയുടെ തന്നെ കുറച്ചധികം ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. അതിലൊന്നാണ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ അങ്ങനെയുള്ള കമ്പനി, ലിമിറ്റഡ് ബൈ ഷെയർസ് ഉള്ള കമ്പനിക്ക് എന്ത് ചെയ്യാം? അവരുടെ ആർട്ടിക്കിളിൽ ഓതറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് സോ ഓതറൈസ് ബൈ ദ ആർട്ടിക്കിൾ, അവർക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ലയബിൾ ടു ബി റിഡീംഡ്. അവർക്ക് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. എങ്ങനെ? നോട്ട് എക്സീഡിങ് 20 years. 20 yearsനുള്ളിൽ അവർക്ക് എന്ത് കൊടുക്കണം? പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കണം. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ. നെക്സ്റ്റ് വൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. ദീസ് ഷെയർ ആർ ഗിവൻ ദ റൈറ്റ് ടു കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർ വിത്തിൻ ദ സ്പെസിഫൈഡ് പീരീഡ് ഓർ സ്പെസിഫൈഡ് ഡേറ്റ് അക്കോർഡിംഗ് ദ ടേംസ് ഓഫ് ഇഷ്യൂ. അതായത് ഈ പ്രിഫറൻസ് ഷെയർസ് ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ അതിൻ്റെ ഓണേഴ്സായിട്ട് മാറാനായിട്ട് സാധിക്കും. സെവൻത്ത് വൺ ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. ദീസ് ഷെയർസ് ആർ കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർ ബിറ്റ്വീൻ 3 to 5 years. 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഈ പ്രിഫറൻസ് ഷെയർസിനെ ആരായിട്ട് കൺവേർട്ട് ചെയ്യണം? ഇക്വിറ്റി ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം. The shareholders are entitled to receive arrears of dividend even if any, even after conversion. അപ്പോൾ ഇവർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിവിഡൻഡ് കിട്ടാനുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയാലും അത് കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ഡിവിഡൻഡ് എത്രയാണ്? 10% ആണ്. ഫേസ് വാല്യൂ ജനറലി 100 rupees ആണ്. ദി ഷെയർ മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ഇക്വിറ്റി ഷെയർ വിത്തിൻ സ്പെസിഫൈഡ് പീരീഡ്. അപ്പോൾ സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ എന്ത് ചെയ്യണം? ഇവരെ കൺവേർഷൻ നടന്നിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ ഷെയർസ് 2 തരത്തിലുണ്ട്, പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും. പ്രിഫറൻസ് ഷെയർസിൻ്റെ ടൈപ്സ് ആണ് കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചത്. ഇനി ഇക്വിറ്റി ഷെയർസ് എന്താണെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ്.
പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത ഷെയർസൊക്കെ എന്താണ്? ഇക്വിറ്റി ഷെയർസ് ആണ്. ഓക്കെ, ഇക്വിറ്റി ഷെയർസ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ റീപേയ്മെൻറ്റിൻ്റെ കാര്യത്തിലോ എന്തില്ല? ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ഇല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ദീസ് വേർ ഫോർമലി നോൺ ആസ് ഓർഡിനറി ഷെയർസ്. അതുകൊണ്ട് ഇവരെന്ന് വിളിക്കുകയാണ്? ഓർഡിനറി ഷെയർസ് എന്ന് വിളിക്കുന്നു. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഓൺലി ആഫ്റ്റർ പേയിങ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിന് അവരുടെ റേറ്റിലുള്ള ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുന്നുള്ളൂ. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് നോട്ട് ഫിക്സഡ്. മാത്രമല്ല ഇവരുടെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഫിക്സഡ് അല്ല. ഇറ്റ് വേരി അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ദ കമ്പനി ഏൺ. അത് കമ്പനിക്ക് എന്തോരം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുമോ അതിനനുസരിച്ചായിരിക്കും ഇവരുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ കിട്ടും. ഇനി പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ഇവർക്ക് ഡിവിഡൻഡ് ഇല്ലാതെയും ഇരിക്കാം. ഓക്കെ, അപ്പോൾ കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് അനുസരിച്ചായിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ്. ഓക്കെ, ഇൻ ദ ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് റിപ്പേയ്ഡ് ലാസ്റ്റ്. ഇനി കമ്പനി അടച്ചു പൂട്ടാണ്, വൈൻഡിങ് അപ്പിന് സമയമായി. അപ്പോഴോ ഇക്വിറ്റി ക്യാപിറ്റൽ ലാസ്റ്റേ കൊടുക്കുന്നുള്ളൂ. പ്രിഫറൻസ് ഷെയർസിനും ബാക്കി എല്ലാവരുടെ കടക്കെ വീട്ടിയിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുള്ളൂ. ഹവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഫുൾ വോട്ടിംഗ് പവർ. എന്നിരുന്നാലും അവർക്ക് എന്തുണ്ടെന്ന് പറയുന്നത്? അവർക്ക് ഫുള്ളി വോട്ടിംഗ് പവർ ഉണ്ട്. ഇവരാണ് എന്ത് തീരുമാനിക്കുന്നത്? കമ്പനിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. വോട്ടിംഗ് പവർ ഉള്ളത് ആർക്കാണ്? ഇക്വിറ്റി ഷെയർസിനാണ് എന്നാണ് പറയുന്നത്. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടുത്ത ടോപ്പിക്ക്. ഇക്വിറ്റി ഷെയർസിന് ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്, പ്രിഫറൻസ് ഷെയർസിന് ഹൈബ്രിഡ് സെക്യൂരിറ്റിയാണ്. ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് അല്ല, പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് ആണ്. ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻഡ് ലാസ്റ്റേ കൊടുക്കുന്നുള്ളൂ. പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് ഇക്വിറ്റിക്കാർക്ക് കൊടുക്കുന്നതിന് മുന്നേ കൊടുക്കണം. ഇക്വിറ്റി ഷെയർസിൻ്റെ ക്യാപിറ്റൽ വൈൻഡിങ് അപ്പിന് സമയത്താണ് റീപേ ചെയ്യുന്നത്. പ്രിഫറൻസുകാരുടെ ക്യാപിറ്റൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഉണ്ടല്ലേ, അതിനുള്ളിൽ അത് ക്ലോസ് ആകുമ്പോൾ ആ പീരീഡ് കഴിയുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കണം. ഇക്വിറ്റിക്കാർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, പ്രിഫറൻസുകാർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഇക്വിറ്റിക്കാരുടെ നോമിനൽ വാല്യൂ ലോവർ ആയിരിക്കും, പ്രിഫറൻസ് ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ ഹയർ ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്ക് സെറ്റ് ഇക്വിറ്റി ഷെയർസ് ആണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിയർപ്പ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതായത് എംപ്ലോയീസും ഡയറക്ടേഴ്സും കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെടാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനി അവർക്ക് വേണ്ടിയിട്ട് ഡിസ്കൗണ്ടിൽ മാർക്കറ്റുള്ളതിനേക്കാളും ഡിസ്കൗണ്ട് റേറ്റിൽ ഷെയർ കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. എ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഈസ് എൻ ഇക്വിറ്റി ഷെയർ ഇഷ്യൂഡ് ബൈ ദ കമ്പനി. കമ്പനി ഇഷ്യൂ ചെയ്യുകയാണ് ഇക്വിറ്റി ഷെയർസ്. ആർക്കാ? ടു എംപ്ലോയി ഓർ ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിനോ എംപ്ലോയീസിനോ കമ്പനി ഇഷ്യൂ ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? അറ്റ് എ ഡിസ്കൗണ്ട്, ഒന്നെങ്കിൽ ഡിസ്കൗണ്ടിൽ, ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അല്ലെങ്കിലോ ക്യാഷ് അല്ലാതെ മറ്റ് കൺസിഡറേഷനിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊവൈഡിങ് നോ ഹൗ ഓർ മേക്ക് അവൈലബിൾ റൈറ്റ്സ് ഇൻ ദ നേച്ചർ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓർ വാല്യുവേഷൻ. ഇവർ കമ്പനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടില്ലേ, അതിന് പകരമായിട്ട് ഡിസ്കൗണ്ടിലോ അതർ ദാൻ ക്യാഷിലോ കമ്പനി അവർക്ക് ഷെയർസ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുകയാണ് എന്ത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് റെപ്രസെൻറ്റ്സ് എ പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ജസ്റ്റ് ലൈക്ക് ഷെയർസ്. ഷെയറിൻ്റെ പോലെ കമ്പനിയുടെ ക്യാപിറ്റലിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൺസോളിഡേഷൻ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. അതിൽ എങ്ങനെയാണ് അതിലെ ഷെയർസിൻ്റെ പ്രത്യേകത എന്താണ്? ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ്. ഓക്കെ, സ്റ്റോക്ക് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗെദർ ഇൻ എ ബണ്ടിൽ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് ഷെയർസ് ഒരുമിച്ച് കൂട്ടി വയ്ക്കണതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എന്തില്ല? ഡെഫിനിറ്റ് വാല്യൂ ഇല്ല, എനി വാല്യൂവിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസാണ്. ഷെയർസൊക്കെ കൂട്ടിയിട്ട് ഒരു ബണ്ടിൽ വെച്ചാൽ അതിന് എന്ത് പറയും? സ്റ്റോക്ക് എന്ന് പറയുന്നു. നെക്സ്റ്റ്, സ്റ്റോക്കും ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഹാസ് ഫേസ് വാല്യൂ. അതിന് ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. ഇവിടെ എന്തുണ്ടായിരിക്കില്ല? ഫേസ് വാല്യൂ ഉണ്ടായിരിക്കില്ല. ഇത് ഫുള്ളി പെയ്ഡപ്പോ പാർട്ട്ലി പെയ്ഡപ്പോ ആയിരിക്കും. ഇതെന്താണ്? ഓൾവേസ് ഫുള്ളി പെയ്ഡപ്പ് ആണ്. ഇത് ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇത്
ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇതിന് ഷെയറിന് പ്രത്യേകത നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരു നമ്പർ ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ ഒന്നുമില്ല, നമ്പറൊന്നുമില്ല. ഇത് കാനോട്ട് ബി ഇഷ്യൂഡ് ഓർ ട്രാൻസ്ഫേർഡ് ഇൻ ഫ്രാക്ഷൻ. ഇത് ഫ്രാക്ഷനിൽ ഇഷ്യൂ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റില്ല. സ്റ്റോക്കിന് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ദ കമ്പനി. ഇത് ആരെ ഇഷ്യൂ ചെയ്യുന്നത്? ഷെയർ കമ്പനിയാണ്. സ്റ്റോക്ക് ആരെ ഇഷ്യൂ ചെയ്യാം? ഓൺലി ലിമിറ്റഡ് കമ്പനീസ്. ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ അവരുടെ ഷെയർസ് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രജിസ്റ്റേർഡ് ആണ്. സ്റ്റോക്ക് രജിസ്റ്റേർഡോ അൺരജിസ്റ്റേർഡോ ആവാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഷെയറിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറി നോക്കാം. അതിന് ശേഷം നമുക്ക് ജേർണൽ എൻട്രീസും പ്രോബ്ലംസൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.